പഞ്ചാരക്കൊല്ലിയിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. നോർത്ത് വയനാട് ഡിഎഫ്ഒ മാർട്ടിൻ ലോവലിനെ പ്രതിഷേധക്കാർ തടഞ്ഞു. കടുവയെ പിടികൂടിയാൽ പോരാ, ഉടൻ കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മരിച്ച രാധയുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഉടൻ ജോലി നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. നാളെ കൽപ്പറ്റയിൽ ഉന്നതതല യോഗം ചേരുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ അറിയിച്ചു. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഫൈസൽ, ഈ നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ടോ? നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? നാട്ടുകാരുടെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. പക്ഷേ ഒരു അയവ് സംഭവിച്ചിട്ടുണ്ട്. കാരണം 3 മണിക്ക് കളക്ടർ എത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. 3 മണിക്ക് കളക്ടർ എത്തി ഈ നാട്ടുകാരുമായും പ്രാദേശിക നേതാക്കളുമായും ഒക്കെ ചർച്ച നടത്തി ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കടുവയുടെ വിഷയത്തിൽ ആശങ്ക ഒഴിയുന്നില്ല. 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അവരുടെ കൂട്ടത്തിലുള്ള രാധ എന്ന് പറയുന്ന സഹോദരിയെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തി 24 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ കടുവയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഈ കടുവയെ ഇന്നലെ തന്നെ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള ഉത്തരവൊക്കെ പുറത്തിറങ്ങിയിരുന്നു. പക്ഷേ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രൊസീജിയേഴ്സ് നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ കടുവയെ ആദ്യമായി കൂടുവെച്ച് പിടികൂടുക എന്നുള്ളതാണ് വനംവകുപ്പിന് മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു നീക്കം എന്ന് പറയുന്നത്. അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നീട് മയക്കുവെടി വെക്കുക, അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ഈ കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി കൂടുതൽ ഫൈസൽ നെടുമ്പാലയാണ് വയനാട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ